നമ്മളൊരു കോർപ്പറേറ്റ് ആഡ് ഉണ്ടാക്കി ഓൺ എ ബഡ്ജറ്റ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. കോർപ്പറേറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ബേസിക്കലി ദം ടോക്കിംഗ് അബൌട്ട് ദ കമ്പനി ആൻഡ് ഓൾ. നമ്മളതൊരു സ്റ്റിൽ ഫ്രെയിമിൽ ക്യാപ്ചർ ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. സൗണ്ട്സ് ഈസി, റൈറ്റ്? All we need is a comfortable space to shoot, good lighting, good audio, good crew and a good camera. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഈസി. സ്റ്റെപ്പ് 1, നമുക്ക് നല്ലൊരു ലൊക്കേഷൻ വേണം. സോ ഇൻ ദിസ് കേസ് നമുക്കത് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നമുക്ക് ഈ ഷൂട്ട് പറഞ്ഞിരുന്ന വെറ്റ്ക്യൂർ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഓഫീസിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂജ് സ്പേസ്. നമുക്കവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും നല്ല ഫ്രെയിമിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ഓഫീസ് വാസ് പ്രിറ്റി മാസീവ്. ഒരു ടെൻഷൻ അവിടെ ഒഴിവായി കിട്ടി. വി ഡോണ്ട് ഹാവ് ടു ലുക്ക് അറൗണ്ട് ഫോർ ലൊക്കേഷൻസ് ആൻഡ് ഓൾ. സോ ഓഫീസിൽ കയറിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്കൊരു ഈ ഒരു കോർണറിൽ എനിക്ക് നല്ലൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. സോ നമ്മൾ അവിടെ തന്നെ ചൂസ് ചെയ്തു. ദെൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു PC ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ കാരണം അതിൻ്റെ ഓഫീസിൻ്റെ ഒരു ആംബിയൻസും കിട്ടും. പ്ലസ് നമുക്ക് അവിടെ വെറ്റ്ക്യൂറിൻ്റെ ലോഗോ വയ്ക്കാമെന്ന് തോന്നി. ക്രിയേറ്റിവിറ്റി. സ്റ്റെപ്പ് 2, ദ ലൈറ്റിംഗ്. ഓവറോൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു 3 point ലൈറ്റിംഗ് ആണ് കേട്ടോ. സബ്ജക്റ്റിന് ഒരു ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റ് ആൻഡ് ദെൻ ഹെയർ ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ്. അപ്പം 3 point ലൈറ്റിംഗ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. അപ്പം നമുക്ക് ഔട്ട് സൈഡ് ലൈറ്റ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കതെല്ലാം കട്ട് ചെയ്തേ പറ്റും. 2 രീതിയാണുള്ളത്. ഒന്ന് നമുക്ക് ബ്ലൈൻഡ്സ് വെച്ചിട്ട് പുറത്തുനിന്ന് വരുന്ന ലൈറ്റ്സ് കട്ട് ചെയ്യാം വിൻഡോസിൽ. സ്റ്റെപ്പ് 2 ഇസ് ഷൂട്ട് ഇൻ ദ നൈറ്റ്. ഞാനിവിടെ ചൂസ് ചെയ്തത് നമുക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യാനായിരുന്നു. ബിക്കോസ് മോർ കൺവീനിയൻറ്റ്, റൈറ്റ്? നമുക്ക് പണി കുറച്ചെടുത്താൽ മതി. അതൊന്നും കവർ ചെയ്യാൻ മെനക്കിടുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത ഈ സാധനമായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് ആൻ ആബ്സല്യൂട്ട് ബീസ്റ്റ്. ഇത് ആമസോണിൽ നിന്നൊക്കെ ഒരു 300 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ഇതിൻ്റെ ലുക്സ് ഭയങ്കര ചീപ്പായിരിക്കും, ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര പൂറായിരിക്കും. പക്ഷേ ഈ ലൈറ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് മതി. റൈറ്റ് നൗ ഐ എം യൂസിങ് വൺ ഓഫ് ദോസ് ബിഹൈൻഡ് മീ. ഭയങ്കര ചീപ്പാണ്, അടിപൊളിയാണ്, ഭയങ്കര വർത്ത്. RGB ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് ഇഷ്ടമുള്ള കളറിലോട്ടാക്കാം. നമ്മളിവിടെ വെറ്റ്ക്യൂറിന് തന്നെ ബ്രാൻഡ് കളറായ ബ്ലൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളും നമ്മൾ ബ്ലൂ ആക്കി. അത് ശരിക്കും ഫ്രെയിമിൽ നന്നായിട്ട് കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. ക്രിയേറ്റിവിറ്റി. സബ്ജക്റ്റിനെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഗോഡോക്സിൻ്റെ SL60W എന്ന് പറയുന്ന ലൈറ്റാണ്. ഇത് ഞാൻ ചൂസ് ചെയ്യാനായിട്ടുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് ചീപ്പ് റേറ്റിൽ റെൻറ്റിന് കിട്ടും. സെക്കൻഡ്, ഇറ്റ്സ് എ ഗുഡ് ലൈറ്റിംഗ്. നോ, അതിൽ നമ്മൾ ഒരു സോഫ്റ്റ് ബോക്സ് ആഡ് ചെയ്തു, പ്ലസ് അതിൻ്റെ ഗ്രിഡ് കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും ദ ലൈറ്റിംഗ് വാസ് പെർഫെക്റ്റ്. സ്റ്റെപ്പ് 3, ഓഡിയോ. ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഹോളിലാൻഡിൻ്റെ Mark II എന്ന് പറയുന്ന മൈക്കാണ്, വിച്ച് ഈസ് പ്രിറ്റി ഫേമസ് ദീസ് ഡേയ്സ്. ആ ബട്ടൻ്റെ ഇത്രയുള്ള ഒരു. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വലിയ സൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണോ ഒളിപ്പിച്ച് വെക്കാനും പറ്റും. സോ ഈ സംഭവം ഞാൻ റെൻറ്റിന് എടുത്താണ്. ഇത് നല്ല ചീപ്പ് റേറ്റ്സിന് നമുക്ക് റെൻറ്റിന് പുറത്തുനിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. സോ yes. Now step 4, the crew. നല്ലൊരു ക്രൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നം അവിടെ തന്നെ തീരും. Now thankfully I got the best crew in the world that anybody could wish for. I just cannot praise these guys enough. Step 5, the camera, which I'm using right now. Canon EOS RP ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, which is a full frame camera. ഞാൻ അതിൽ യൂസ് ചെയ്തത് this 50mm ലെൻസ് ആണ്. 1.8 ഓപ്പണിംഗ് വരുന്ന 50mm ബ്ലോക്ക് ലെൻസ്, which is actually very 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 nice. You will get that depth, the bouquet ഒക്കെ കിട്ടും. Now overall the shoot was really fantastic. നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം ഇങ്ങനെയായിരുന്നു. നമ്മളവിടെ കുറച്ച് ലൈറ്റിങ്ങും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് ഇതാണ്. Here is the before and after for the comparison. വെറ്റ്ക്യൂർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തത്. These guys are doing a wonderful job. If you are a pet lover or a pet owner, you should definitely check out them as well because they are doing a wonderful job, as I said. Do check their channel as well. ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുത്തിരിക്കാം. And also ഞാൻ ഈ ചെയ്ത വീഡിയോൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. You guys go please see the video and let me know how it goes in the comments and all. Yeah, so that's it. That's about it. See you in the next video. Bye bye.